അമ്മ എന്ന പുണ്യം. രചനയും അവതരണവും OK ശൈലജ ടീച്ചർ. കഥ അമ്മ എന്ന പുണ്യം. രചന അവതരണം OK ശൈലജ ടീച്ചർ. സുധ രാവിലെ എഴുന്നേറ്റു പൂമുഖവാതിൽ തുറന്നു. മുറ്റം നിറയെ ഇലകളാണല്ലോ. ഇന്നലെ ശക്തമായ കാറ്റും മഴയുമായിരുന്നല്ലോ. അവൾ മുറ്റമടിച്ചു വാരിക്കൊണ്ടിരിക്കെ പാൽക്കാരന്റെ മണിയടി കേട്ടു. ചൂലൊരു ഭാഗത്ത് വെച്ചിട്ട് കൈ കഴുകി പാൽ വാങ്ങി അടുക്കളയിൽ കയറിയപ്പോഴാണ് മോഹനേട്ടന്റെ ഉച്ചത്തിലുള്ള വിളി. സുധേ, നീ വേഗം വന്നേ. ദാ നിന്റെ അമ്മ കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചെണ്ണയാണെന്ന് കരുതി മരുന്നെടുത്ത് തലയിട്ടേക്കുന്നു. അവൾ വേഗം അമ്മയുടെ മുറിയിലെത്തി. എന്താ അമ്മേ ഇത്? മോളെ, ഞാൻ കുളിക്കട്ടെ? നിങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായില്ലേ? നമുക്ക് കല്യാണത്തിന് പോകേണ്ടതല്ലേ? അവരവിടെ കാത്തിരിക്കുന്നുണ്ടാകും. ശരി, വാ കുളിക്കാം. അവൾ അമ്മയെ കുളിമുറിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് തോർത്തി മുറിയിലേക്ക് തന്നെ കൊണ്ടുവന്നിരുത്തി. അമ്മ ഇവിടെ ഇരിക്കൂ, ഞാൻ വേഗം ചായ തരാം. ചായ കുടിച്ചല്ലോ, നമുക്ക് പോകണ്ടേ? മോഹനൻ എവിടെ? മക്കൾ ഒരുങ്ങിയോ? മോഹനേട്ടനും കുട്ടികളും ഇവിടെയുണ്ട്, ഞാൻ എല്ലാവർക്കും ചായ തരാം. അവൾ അടുക്കളയിലേക്ക് വന്നു. ചായയും പലഹാരവും ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അമ്മയ്ക്കുള്ള ചായയുമായി മുറിയിലെത്തി. അവിടെ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. അലമാരയിലുള്ള ഡ്രസ്സെല്ലാം ബെഡിൽ നിരത്തിയിട്ടിരിക്കുന്നു. എന്താ അമ്മേ, അമ്മ എന്താ കാണിക്കുന്നത്? ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താണ് തിരയുന്നത്? മോളെ, എന്റെ പട്ടുസാരി എവിടെ? എന്റെ കല്യാണ സാരി. നിന്റെ അച്ഛൻ പറഞ്ഞു ആ സാരി ഉടുത്തിട്ട് വരാൻ. അച്ഛന്റെ ഡ്രസ്സും ഇതിൽ കാണുന്നില്ലല്ലോ. നീ അതൊക്കെ എവിടെയാ വെച്ചത്? വേഗം എടുത്തുതാ, നിന്റെ അച്ഛന് ദേഷ്യം വരും വേഗം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ. ഞാൻ എടുത്തു തരാം, അമ്മ ഈ ചായ കഴിക്കൂ. അവൾ അമ്മയെ അനുനയിപ്പിച്ചു കസേരയിൽ ഇരുത്തി അടുത്തിരുന്നു. കൊച്ചുകുട്ടികൾക്കെന്ന പോലെ ചായയും പലഹാരവും കൊടുത്തു. അവളുടെ മനസ്സിലൂടെ ആ നല്ല കാലത്തിന്റെ ഓർമ്മകൾ കടന്നുപോയി. എത്ര സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്ന അച്ഛനും അമ്മയും ഒരേയൊരു മകളായ എന്നെയും ഒരു ജോലിക്കാരിയാക്കണമെന്ന് ആഗ്രഹിച്ചു. നല്ല വിദ്യാഭ്യാസം നൽകി. MTech കഴിഞ്ഞതിന് ശേഷം ഞാൻ പഠിച്ച കോളേജിൽ ലെക്ചറായി നിയമനം കിട്ടിയപ്പോൾ എല്ലാവരും ഏറെ സന്തോഷിച്ചു. അതേ കോളേജിൽ തന്നെ ലെക്ചറായ മോഹനേട്ടന്റെ വിവാഹാലോചന വന്നപ്പോൾ അച്ഛന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ശ്രീജെ, നമുക്കൊരേ ഒരു മോളല്ലേ, മോളുടെ വിവാഹം ഗംഭീരമായി നടത്തണം. അച്ഛൻ 1 മാസത്തെ അവധിയെടുത്തു. കല്യാണം പറയലും മറ്റു കാര്യങ്ങൾക്കുമായി ഓടി നടന്നു. വിശ്രമവും ഉറക്കവും കുറഞ്ഞു. അന്ന് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അമ്മ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ. ശേഖരേട്ടാ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, BP ഒന്ന് ചെക്ക് ചെയ്തു നോക്കൂ. ഇന്ന് എവിടെയും പോകേണ്ട, വിശ്രമിക്കൂ. അമ്മയുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെ അന്ന് ചായ പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നല്ലോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്, ഇന്ന് തന്നെ കാണേണ്ടതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, പോയിട്ട് വേഗം വരാം. തിരക്കിട്ടിറങ്ങിപ്പോയ അച്ഛൻ ടൗണിലെത്തിയില്ല. ടൗണിലെത്തുന്നതിന് മുൻപായിട്ടുള്ള വളവിൽ ഹോണടിക്കാതെ ചീറിപ്പാഞ്ഞു വന്ന മോട്ടോർ സൈക്കിൾ എന്റെ അച്ഛന്റെ ഘാതകനായി മാറിയത് പെട്ടെന്നായിരുന്നല്ലോ. ഇടിയുടെ ആഘാതത്തിൽ അച്ഛന്റെ ബൈക്ക് കരണം മറിഞ്ഞു അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയും അച്ഛൻ റോഡിലേക്ക് തെറിച്ച് വീണതും എതിരേ വന്ന ലോറി. അയ്യാ, ആ നടുക്കം വിട്ടുമാറുന്നില്ല. ചായയുമായി അച്ഛനെ കാത്തിരുന്ന അമ്മക്ക് ആ വാർത്ത ഉൾക്കൊള്ളാനായില്ല. അബോധാവസ്ഥയിലായിരുന്നുവല്ലോ മാസങ്ങളോളം. ഒടുവിൽ നിരന്തരമായ ചികിത്സയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി ബോധം കിട്ടിയെങ്കിലും സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥയാണല്ലോ ഇപ്പോഴും ഉള്ളത്. സുധേ, സുധേ! മോഹനേട്ടന്റെ വിളി അവളെ ചിന്തയിൽ നിന്നും ഉണർത്തി. എന്താ മോഹനേട്ടാ, നീ എന്ത് തീരുമാനമെടുത്തു? നിന്റെ ലീവ് തീർന്നു, ഇന്ന് ജോയിൻ ചെയ്യുന്നോ അതോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യുന്നോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് പ്രകാരം ചെയ്യൂ, അല്ലാതെ എത്ര കാലമെന്ന് വെച്ചാണ് നീ ലീവ് എടുക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം, എനിക്കൊരു വിരോധവുമില്ല. ശരി, ഞാൻ കോളേജിലേക്ക് പോകാൻ നോക്കട്ടെ. മോഹനേട്ടൻ പറയുന്നത് ശരിയാണ്. എത്ര കാലമായി ലീവ് തുടങ്ങിയിട്ട്? പക്ഷേ എന്റെ അമ്മയേക്കാൾ വലുതാണോ എനിക്കെന്റെ ജോലി? അല്ല, ഒരിക്കലുമല്ല.
അമ്മയെ ഹോം നേഴ്സിന്റെ അടുത്ത് നിർത്തിയിട്ട് പോകാനാവില്ല. ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു പോയ അമ്മയെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷിച്ച് സംരക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. അച്ഛന്റെ ആത്മാവും ദുഃഖിക്കും. അത്രയേറെ സ്നേഹവാത്സല്യവും കരുതലും നൽകിയവരാണവർ. അവൾ ഉറച്ച തീരുമാനത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു ലീവ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മോഹനൻ അവളെ സമാധാനിപ്പിച്ചു. സാരമില്ലടോ, താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെയാകല്ലേ. എല്ലാറ്റിനും ഒരു പോംവഴിയുണ്ടാകും. നമുക്ക് അമ്മയെ വേറെ നല്ല ഡോക്ടർക്ക് കാണിക്കാം. എന്റെ സുഹൃത്ത് രാമചന്ദ്രന്റെ അനിയൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അവരെ ഒന്ന് കാണിക്കാം. ഞാൻ രാമചന്ദ്രനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. താനൊന്ന് ചിരിക്കടോ ഭാര്യയെ. അവളുടെ മുഖത്ത് വിടർന്ന പുഞ്ചിരിക്കൊരു മറുപുഞ്ചിരി നൽകി മോഹനൻ പടിയിറങ്ങി. അവൾ വീണ്ടും അമ്മയ്ക്കരികിലേക്ക് മടങ്ങി. അഭിമുഖമാണ് ഇനി. രഘുത്തമൻ പച്ചാളവുമായി.